തേടി വിദേശത്തേക്ക് പോകേണ്ടതില്ല. സ്വന്തമായൊരു ബിസിനസ്, സ്ഥിരമായ വരുമാനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ രാജ്യവും വളരെ വേഗത്തിൽ വളരെയാണ്, മറ്റു വികസിത രാജ്യങ്ങളെ പോലെ. ഇതാ ഈ വളർച്ചയിൽ പങ്കാളിയാകുവാൻ നിങ്ങൾക്കും അവസരം. മാറുന്ന ബിസിനസ് സംസ്കാരത്തിനൊപ്പം നമ്മളും മാറി ചിന്തിക്കേണ്ടതുണ്ട്. വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് വെഹിക്കിൾ, അതിവേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സോളാർ പവർ സൊല്യൂഷൻ, ഇലക്ട്രിക് മേഖലയിൽ ഒഴിച്ചുകൂടാനാകാത്ത LD സംവിധാനം ഒരുമിച്ചൊരു കുടക്കീഴിൽ ഇയോൺ എക്സ്പീരിയൻസ് സെന്റർ. എവിടെയെല്ലാം ആവശ്യമായിട്ടുണ്ടോ അവിടെയെല്ലാം സ്ഥാപിച്ചു നൽകുന്നു, അതും നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചുള്ള പദ്ധതികളുടെ. സ്വന്തമായോ പാർട്ട്ണർഷിപ്പിലോ വാടകക്കോ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കുക. തിരുവനന്തപുരം പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ കേരളത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഭരണരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്ന പുതിയ കർമ്മ പദ്ധതി ജനശ്രദ്ധയെ ആകർഷിക്കുന്നു. ഭരണച്ചെലവുകൾ ചുരുക്കാനും അഴിമതി തുടച്ചു നീക്കാനും പൂർണ്ണമായും ജനപക്ഷത്തു നിന്നുകൊണ്ടുള്ള ഒരു ഭരണശൈലി കെട്ടിപ്പടുക്കാനും ലക്ഷ്യമിട്ടാണ് ഈ പുതിയ ഭരണ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മാറ്റങ്ങൾ തലസ്ഥാനത്ത് നിന്ന് തുടങ്ങട്ടെ എന്ന ആഹ്വാനത്തോടെ തയ്യാറാക്കിയ ഈ വികസന രേഖയിലെ പ്രധാന നിർദ്ദേശങ്ങൾ താഴെ പറയുന്നവയാണ്. 1. ലളിതമായ ഭരണ സംവിധാനവും സാമ്പത്തിക അച്ചടക്കവും. പരിമിതമായ മന്ത്രിസഭ. മുഖ്യമന്ത്രി ഉൾപ്പെടെ 14+1 = 15 മന്ത്രിമാർ മാത്രമുള്ള ലളിതമായ മന്ത്രിസഭ രൂപീകരിക്കുക. പേഴ്സണൽ സ്റ്റാഫ് നിയന്ത്രണം. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം കൃത്യമായി പരിമിതപ്പെടുത്തി ഖജനാവി ക്യാൻ ഭാരം കുറയ്ക്കുക. ആഡംബരങ്ങൾക്കും ധൂർത്തിനും വിട. വിമാന ട്രെയിൻ യാത്രകളിലും താമസത്തിലും കടുത്ത സാമ്പത്തിക അച്ചടക്കം പാലിക്കുക. ജനപ്രതിനിധികൾക്ക് അനാവശ്യമായി നൽകുന്ന സുരക്ഷാ വിന്യാസങ്ങൾ വെട്ടിക്കുറയ്ക്കുക. ഒരു വ്യക്തിക്ക് ഒരു പെൻഷൻ. ഒന്നിൽ കൂടുതൽ പെൻഷൻ കൈപ്പറ്റുന്ന മുൻ മന്ത്രിമാർ, MP മാർ, MLA മാർ എന്നിവർക്കായി ഒറ്റ പെൻഷൻ സംവിധാനം മാത്രം ഏർപ്പെടുത്തുക. 2. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ജനകീയ ഭരണം. ജനങ്ങൾക്കൊപ്പം ജനപ്രതിനിധികൾ. നിയമസഭാ സമ്മേളനങ്ങളിലോ മറ്റ് അത്യാവശ്യ ഘട്ടങ്ങളിലോ മാത്രം മന്ത്രിമാരും ജനപ്രതിനിധികളും തലസ്ഥാനത്ത് ക്യാമ്പ് ചെയ്യുക. ബാക്കി സമയങ്ങളിൽ സ്വന്തം ജില്ലകളിൽ ജനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുക. കാര്യക്ഷമമായ ജില്ലാ ഓഫീസുകൾ. എല്ലാ ജില്ലകളിലും മന്ത്രിമാരുടെ ഓഫീസ് സംവിധാനം ജനസൗഹൃദപരമായി പ്രവർത്തിപ്പിക്കുക. കൂട്ടായ തീരുമാനം. പ്രാദേശിക വികസന കാര്യങ്ങളിൽ അതാത് പ്രദേശത്തെ MLA മാരുമായി കൃത്യമായി കൂടിയാലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക. 3. സുതാര്യതയും തൊഴിൽ സുരക്ഷയും. അഴിമതിരഹിത വികസനം. ജനപങ്കാളിത്തത്തോടെയുള്ള വികസന പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുകയും കൃത്യമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്യുക. PSC വഴി മാത്രം നിയമനം. താൽക്കാലിക പിൻവാതിൽ നിയമനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി സർക്കാർ ഒഴിവുകൾ PSC വഴി മാത്രം നികത്തുക. മെറിറ്റ് അടിസ്ഥാനമാക്കിയുള്ള നിയമനം. രാഷ്ട്രീയ താൽപര്യങ്ങളുടെ പുറത്തുള്ള ഓഫർ സ്ഥാനങ്ങൾ നിർത്തലാക്കി കഴിവുള്ളവരെ മാത്രം തന്ത്രപ്രധാന തസ്തികകളിൽ നിയമിക്കുക. പൊതുമേഖലാ പുനരുദ്ധാരണം. നഷ്ടത്തിലോടുന്ന സർക്കാർ സ്ഥാപനങ്ങളുടെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ പഠിച്ച് പരിഹരിച്ച് അവയെ ലാഭത്തിലാക്കുക. പണം ധൂർത്തടിക്കാതെ ജനങ്ങളെ ചേർത്ത് പിടിച്ചുള്ള ഒരു ഭരണശൈലി ഉണ്ടായാൽ നമ്മുടെ കൊച്ചു കേരളത്തിന് സ്വിറ്റ്സർലാൻഡിനെ പോലും മറികടക്കാൻ സാധിക്കും എന്ന് ഈ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നവർ അവകാശപ്പെടുന്നു. നാടിന്റെ നന്മയ്ക്കും രാജ്യത്തിന്റെ പുരോഗതിക്കുമായി. Every day, different experience. 7 fragrance from Fia Premium Perfume Pocket Spray. ആരും കൊതിച്ചു പോകും ഒന്നരികിലെത്താൻ.